കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് പ്രാധാന്യം കിട്ടിയിട്ടില്ലെന്ന് മന്ത്രി എം.ബി. രാജേഷ്. എന്തെങ്കിലും ഒരു ചെറിയ സംഭവമുണ്ടാകുമ്പോൾ സർക്കാരിനെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും പ്രകടന പത്രിക അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു വകുപ്പ് ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുകയും മറ്റൊരു വകുപ്പ് അങ്ങനെ അല്ലാതാവുകയും ചെയ്യുക സാധ്യമല്ലെന്നും മന്ത്രി പറഞ്ഞു. 6000 കോടി രൂപയെങ്കിലും ആശുപത്രികൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെന്നും 9 വർഷത്തിനിടെ 4000 തസ്തികകൾ അധികമായി സൃഷ്ടിച്ചിട്ടുണ്ടെന്നും മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ ആകെയാണ് പ്രവർത്തിക്കുന്നത്. സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും പ്രകടന പത്രികയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നയത്തിന് വിധേയമായിട്ടുമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വകുപ്പ് ദീർഘവീക്ഷണത്തോടെ ആസൂത്രണത്തോടെയും പ്രവർത്തിക്കുകയും മറ്റൊരു വകുപ്പ് അങ്ങനെ അല്ലാതെയും സാധ്യമാവില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളും പ്രകടന പത്രികയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്നു. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ പുരോഗതി ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അപ്പം അത് എല്ലാ വകുപ്പും ഒരേ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഫാമിലി ഹെൽത്ത് സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തും വൈകുന്നേരവും OPI, PHC, എല്ലാ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഡയാലിസിസ് ഉണ്ട്. എല്ലാ ജനറൽ ആശുപത്രിയിലും ജില്ലാ ആശുപത്രികളിലും ഇന്ന് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കാത്ത് ലാബ് ഉണ്ട്. എല്ലാ മെഡിക്കൽ കോളേജിലും ഇന്ന് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. See the kind of amazing progress made in the health sector. മാത്രമല്ല, സർക്കാർ ആശുപത്രിയിൽ ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിൽ കേരളം അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇത് ചെയ്യുമ്പോഴും പോരായ്മകൾ ഉണ്ടാവും. ആ പോരായ്മകളെ ഈ പെർസ്പെക്റ്റീവിൽ കാണണം. രാജ്യത്ത് സർക്കാർ ആശുപത്രിയിൽ അവയവം മാറ്റിവെക്കൽ നടക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ആരോഗ്യരംഗത്ത് വൻ നേട്ടങ്ങൾ കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി എം.ബി. രാജേഷും ഡോക്ടർ തോമസ് ഐസക്കും പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.